ഹായ് ഫ്രണ്ട്സ്, ഇവിടെ എന്നോടിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അയ്യോ ഈ വർഷം കൃഷിയുടെ വീഡിയോ ഒന്നും ഇടുന്നില്ലയോ എന്ന് പറഞ്ഞ്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് തന്നെ വളരെ അത്ഭുതകരമായ ഒരു വെതറാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ടെക്സസിൽ. ഈ സമയത്ത് സാധാരണ നല്ല തണുപ്പിൻ്റെ ഒരു സമയമാണ്. അധികം സന്തോഷിക്കണ്ട, ചിലപ്പോൾ ഇനിയും തണുപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ നല്ല ചൂടാണ്. ഈ സമയത്ത് ഇങ്ങനെ ഫ്രൂട്ട് ട്രീയിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിയൊക്കെ വരേണ്ട സമയമാണ്. പക്ഷേ നമ്മളിപ്പോൾ ചുറ്റും നോക്കുമ്പം എല്ലാം ഒരു വരണ്ട കാലാവസ്ഥയാണ്. എന്തായാലും ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം, കൃഷിയുടെ കാര്യത്തെപ്പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും ചെറിയ ഉള്ളിയും ഒക്കെ നമ്മൾ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് കൃഷി ചെയ്യാം? ഇപ്പോൾ കുറച്ച് താമസിച്ച്, എന്നാലും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനുള്ള സമയമാണിപ്പോൾ. അതോടൊപ്പം തന്നെ നമുക്ക് ഉലുവ ചെയ്യാം, അതുപോലെ തന്നെ കടുക്, അങ്ങനെ മല്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളി കിട്ടുന്നേക്കാളും സവോള കിട്ടുന്നേക്കാളും നിങ്ങൾക്ക് അതിൻ്റെ ഇലയോടാണ് താല്പര്യമെങ്കിൽ അതും ഇപ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്പിനച്ച്, അങ്ങനെയുള്ള ഇല, സാലഡ് ലീവ്സ്, സ്പിനച്ച്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ, നമുക്ക് കടയിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചെറിയ പാക്കറ്റിലാണ് ഇവിടെ ടെക്സസിൽ സാധാരണ സീഡ്സ് വരുന്നത്. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ അരികൾ വരും. അപ്പം നമ്മൾ കുറച്ച് മണ്ണ് റെഡിയാക്കി അതിനെ അങ്ങ് വിതറിയാൽ മതി. അത് വന്നു കഴിയുമ്പോൾ നമ്മളത് പറിച്ച് സ്പേസ് ഇട്ട് വേണം കുഴിച്ചു വെക്കാൻ. അതൊക്കെ ഞാൻ നിങ്ങളെ പിന്നീട് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ കൃഷിസ്ഥലം എങ്ങനെയാണ് ഇരിക്കുന്നതാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങൾ എന്നോടൊപ്പം വാ. തുടങ്ങുന്നു. ഇത് എന്താണെന്നല്ലേ, ഇതാണ് ഉലുവ. ഉണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉലുവ, അതിനെ ഇങ്ങനെ അങ്ങോട്ട് വെതറിയാൽ മതി. കണ്ടോ, ഇതിന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല മണ്ണ് വേണം. അല്ലാതെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ തണുപ്പുള്ളത് കൊണ്ട് നമ്മളിവൻ വെള്ളം പോലും ഒഴിക്കണ്ട. ഇപ്പോൾ ഇത് ചൂട് കൂടി വരുവാണെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഉലുവ. ഇതാർക്കും ചെയ്യാം. ഇതിൻ്റെ ഇല തോരൻ വെക്കാം. ഞാൻ ഇതുവരെ ഉലുവായിൽ കായ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും ഇതെടുത്ത് തോരൻ വെക്കുവാണ് ചെയ്യുന്നത്. കുഴിച്ചു വെച്ച നമ്മുടെ വെളുത്തുള്ളി കിളുത്ത് വരുന്നത് കണ്ട. ഈ പ്രാവശ്യം നമ്മൾ ഇതിനെ പറിച്ച് ഇച്ചിരി മാറ്റി അകത്തി വെച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ല വലിയ വെളുത്തുള്ളി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അകത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് സബോള, അത് കിളുത്ത് വരുന്നു. ഒക്കെ ഇവിടെ സബോളയാണ് ഇവിടെ നിൽക്കുന്നത്. സബോളകൾ ഇങ്ങനെ കിളുത്ത് വരുന്നു. ഇതേപോലെ മല്ലിയൊക്കെ തനിയെ കിളുത്ത് വരുന്നു. ഇങ്ങനെ മല്ലി ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. ഇത് തനിയെ കിളുത്ത് വരുന്നതാണ്. നമ്മുടെ വിശാലമായ ഉള്ളിയും വെളുത്തുള്ളിയും കലർന്ന തോട്ടം. ഇതിനകത്ത് ഉള്ളിയുമുണ്ട്, അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയുമുണ്ട്. വിചാരിച്ചല്ല, ഞാൻ നമ്മുടെ തണുപ്പൊക്കെ തുടങ്ങിയ സമയത്ത് അന്ന് കുഴിച്ചു വെച്ച വെളുത്തുള്ളികൾ കണ്ടോ, എല്ലാം നല്ല വലുതായിട്ട്. ഇതിൻ്റെ ചോട്ടിലുണ്ട് ഒരുവിധം വെളുത്തുള്ളി ഉണ്ട്. കഴിഞ്ഞ ദിവസം കറി വെക്കാനായിട്ട് വെളുത്തുള്ളി ഇല്ലാഞ്ഞപ്പോൾ ഞാനിവിടെ വന്നൊന്ന് മാന്തി നോക്കി. അപ്പോൾ എനിക്കൊരു വലിയ വെളുത്തുള്ളി കിട്ടി. കണ്ടോ, നല്ല, ഇപ്പോൾ കണ്ടാലും നമുക്ക് എന്താ നെല്ലിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇത് എപ്പോഴാണ് റെഡി ആവുന്നതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇല ഉണങ്ങി തുടങ്ങുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി പറിക്കാൻ റെഡിയായി. ഇപ്പം ചെറുതായിട്ടൊക്കെ ഗോൾഡൻ ഇല വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ വെളുത്തുള്ളി ഏകദേശം റെഡിയായി വരുന്നു. അതുകൊണ്ട് പിന്നെയും ഇത് മറ്റൊരു ഇത് ഉള്ളി മാത്രം, ഉള്ളിത്തോട്ടം ഉണ്ട്. ഉള്ളിയൊക്കെ നമ്മൾ ഈ പ്രാവശ്യം വളരെ കരുതലോടുകൂടി സ്പേസ് ഇട്ടാണ് വളർത്തിയിരിക്കുന്നത്. കണ്ടോ, ഇനി ഞാനൊരു ദിവസം കാണിക്കാം ഇതിനെങ്ങനെയാണ് വളമിടുന്നതെന്ന്. സാധാരണ ഞങ്ങൾ ഒരു പ്രാവശ്യവും വളമിടാറില്ല.
പക്ഷേ ഈ പ്രാവശ്യം നമ്മൾക്കിവിടെ കുറേ ചാണകവും ആട്ടിൻ കാട്ടവും അങ്ങനത്തെ കുറേ വളങ്ങളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു ഫാമിൽ പോയത്. അവിടെ പോയപ്പോൾ അവിടുന്ന് കുറേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി പൊടിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഈ വർഷം ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനത് വളയിടുമ്പം നിങ്ങളെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഒക്കെ കിട്ടിയ ചാണകമാണ്, അതിനെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇങ്ങനെ കണ്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. നമ്മളിവിടെ ഒരു സാധനവും ഇങ്ങനെ കളയത്തില്ല, എല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ഈ ചാണകമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വളമാക്കിയെടുക്കും. മറ്റൊരു ഉള്ളിത്തോട്ടമാണ് ഇവിടെ. കണ്ടോ ഇവിടെ നമ്മൾ മണ്ണിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇത് നമ്മൾ ബീട്രൂട്ടിന് വേണ്ടിയുള്ള സ്ഥലമാണിവിടെ. ഇവിടെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അരി ഇങ്ങനെ പാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കിളുത്ത് കഴിഞ്ഞ് വരുമ്പം നമ്മൾ ഓരോന്നിനെ പറിച്ച് തേണ്ട അവിടെയൊക്കെ നമ്മൾ നിലം ഇങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുവാണ്. ഇവിടെ നോക്കുമ്പം ഈ കൃഷിസ്ഥലമെല്ലാം ആകെ ഒരു അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതെല്ലാം വൃത്തിയാക്കിയിട്ട് കൃഷി ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്രാവശ്യം. കാണാം കണ്ടോ, മറ്റേ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾ എല്ലാം പറിച്ച് കളഞ്ഞ് മണ്ണും മൽച്ചും ഒക്കെ ഇട്ട് സ്ഥലം ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണ്. അടുത്ത സാധാരണ ഇവിടെ ഇനി നമ്മൾ കുറച്ച് ഇന്ത്യൻ വെജിറ്റബിൾ കുഴിച്ച് വെക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. നല്ല ചൂടാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഒരു എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് കൃഷി ചെയ്യണമെന്നാണ് പറയുന്നത് ഇന്ത്യൻ വെജിറ്റബിൾ. അപ്പോഴത്തെ നമ്മൾക്കിവിടെ ഇങ്ങനെ ബീട്രൂട്ട്, ക്യാരറ്റ്, സ്പിനച്ച്, അങ്ങനെ നമുക്ക് പല സാലഡ് ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ മണ്ണൊരുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്രാവശ്യത്തെ ഒരു പുതിയൊരു ഇതാണ് ഇങ്ങനെ എന്താ പറയുന്നത്, കല്ലൊക്കെ കെട്ടി തരം തിരിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇനിയും കല്ലുകളൊക്കെ കിടക്കുന്നു. ഇതൊക്കെ പറമ്പ് അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഉണ്ടോ ഇവിടെയെല്ലാം കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങൾ ഒരുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മളൊന്നും കളയത്തില്ല. ഇവിടെ കരിയിലയും തടിയും ഇങ്ങനെ ഉണ്ടോ കല്ല് വെച്ച് കെട്ടിയിട്ട് ഇതിനകം നിറയ്ക്കണ്ടേ. അപ്പം അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും കരിയിലയും തടിയുടെ പൊടിയും എല്ലാം ഇടാറുണ്ട്. ഇവിടെ നമുക്ക് വാഴയൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുവാണ് തണുപ്പ് സർവൈവ് ചെയ്യുമെന്ന് വിചാരിച്ച്. നേരത്തെ കാണിച്ചായിരുന്നല്ലോ ക്ലൈംബിംഗ് റോസ് ഉണ്ട്, തണുപ്പത്തൊന്നും പോവത്തില്ല. ഇങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ കുളത്തിൻ്റെ മണ്ടയിലോട്ട് ഒന്ന് കടത്തി വിടാനായിട്ടുള്ള പ്ലാനാണ്. ഈ ക്ലൈംബിംഗ് റോസ് ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് വശത്തും വെച്ചിരിക്കുവാണ്. ഇവിടെ മാത്രമല്ല വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാകുമെന്ന്. പിന്നെ കുളമൊക്കെ ആണെങ്കിലും വളരെ അലങ്കോലത്തിലാണ്. മീനുകളൊക്കെ ഇങ്ങനെ ഹാപ്പിയായിട്ട് നടപ്പുണ്ട്. ഇവിടെ നമ്മുടെ താമര തണുപ്പത്ത് പോയില്ല കണ്ടോ, അതാണ്ട് കിളുത്ത് വരുന്ന മീനുകളൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന. ഇവിടെയും നമുക്കിങ്ങനെ ഉണ്ടോ എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ മല്ലി ഉണ്ടായി വരുന്ന സ്ഥലമാണ്. അതെല്ലാ വർഷവും ഇങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ ഉണ്ടായി വന്നോളും തന്നെ മല്ലി. അതുപോലെ തന്നെ അതുകൊണ്ട് ഇവിടെയും ഒരു റോസ് വെച്ചിട്ടുണ്ട്, ക്ലൈംബിംഗ് റോസ്. അതെല്ലാം നമ്മുടെ ഈ കുളത്തിൻ്റെ മുകളിലോട്ട് കടത്തി വിടാൻ വേണ്ടിയാണ്. നോക്കട്ടെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പറമ്പെല്ലാം ഞാനിതാണ് ആരെയും പറമ്പ് കാണിക്കാതിരുന്നത്. എല്ലാം ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം വരണ്ടുണങ്ങി. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ഭയങ്കര ഒരു കാറ്റ് വരും. എന്നിട്ട് എല്ലാം പിന്നെയും എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഇലയും പൊടിയും എല്ലാമാണ്. വേണ്ടത് മുരിങ്ങ നമ്മൾ മൾച്ചിട്ട് കവർ ചെയ്ത് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് തുറന്ന് വെച്ചിരിക്കുകയാണ്. നല്ല ചൂടല്ലേ, അതുകൊണ്ട് അത് കിളിച്ച് വരുമെന്നുള്ള എല്ലാ വർഷവും കിളുത്ത് വന്നിട്ടുണ്ട്. ഈ വർഷം അങ്ങനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. തന്നെ ഉണ്ടായി വരും. കുറേ തൈകൾ നമ്മൾ വാങ്ങിക്കും. അതുകൊണ്ട് ഇവിടെ കടകളിൽ ഇങ്ങനെയാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാത്തിൻ്റെയും തൈ ഇവിടെ ഉണ്ട്. വഴുതനങ്ങയുടെയും പച്ചമുളകിൻ്റെയാണ് മെയിനായിട്ടുള്ള തൈ. പിന്നെ ഒരു പനിങ്കൂർക്കയുടെയും തൈ ഇതിനകത്ത് നിൽക്കുന്നു. ഉണ്ടോ
ഇതിനെ മണ്ണിൽ കുഴിച്ച് വെക്കണോ വേണ്ടിയോ എന്ന് ആലോചിക്കുവാണ്. ഈ ചൂട് കണ്ടുകൊണ്ട് നമ്മൾ വെച്ചാലും ചിലപ്പോൾ ഒരു തണുപ്പ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഒരു ഈസ്റ്ററിനൊരു തണുപ്പ് വരാനായിട്ട് ആണ് പറമ്പെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. അപ്പം എല്ലാവരും ഇപ്പോൾ എങ്ങനെയുണ്ട് പറമ്പ്, കൃഷി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അതെ, നിങ്ങൾക്കും ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഉലുവയും അഥവാ ഉള്ളി ഇനിയിപ്പോൾ കാശരിക്കുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കറികളൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഗ്രീൻ ഹൗസിനകത്ത് രണ്ട് കരിവേപ്പ് നിൽക്കുന്നു. അതുപോലെ നമ്മൾ വെച്ചതെല്ലാം ഒന്നിനും ഒട്ടുമിക്കതിനും ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഫാഷൻ ഫ്രൂട്ടും ശംഖുപുഷ്പവും രണ്ട് മുളകൊക്കെ അവിടെ തന്നെ, നമുക്ക് ആവശ്യമുള്ള മുളകൊക്കെ ഇവിടെ തന്നെ കിട്ടിയായിരുന്നു. ഇവൻ തണുപ്പായിരുന്നെങ്കിലും നമുക്ക് മുളക് കിട്ടി. നമ്മുടെ ലെമൺ നമ്മൾ പറിച്ചു. പിന്നെ അതുപോലെ ചെടികളൊക്കെ വാടാതെ നിൽപ്പുണ്ട്. ചെത്തിയിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ പൂവൊക്കെ വരുന്നുണ്ട്, പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ കാണുന്നൊരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് തണുപ്പായിരുന്നെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലോവേറ കറ്റാർവാഴയൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ ചെടികളും ഉണ്ട്. നമ്മുടെ മഞ്ഞളും നമ്മുടെ ചേനയൊക്കെ അടുത്ത വർഷം കുഴിച്ചു വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം മണി പ്ലാന്റുകളും എല്ലാം ഇവിടെ അകത്ത് വെച്ച, പക്ഷേ തേണ്ട നമ്മുടെ ബൊഗൈൽ മില്ല് അവിടെ പൂത്ത് നിൽക്കുന്നു. പക്ഷേ ഇവിടെ എന്തോ ശരിയാണ്, നമ്മുടെ വെച്ചോർന്നുണ്ട്, നമ്മൾ ചക്കക്കുരു ഇട്ട് കിളിപ്പിച്ച ആ പ്ലാവാണ്ട് ഉണങ്ങിപ്പോയി. പിന്നെ ചാമ്പ തണ്ട് ഇവിടെ നിൽപ്പുണ്ട്, കുഴപ്പമൊന്നും പറ്റിയില്ല. തണ്ട് ആത്തയ്ക്ക ഉണ്ടായെങ്കിലും തണുപ്പ് കൊണ്ട് ആത്തയ്ക്ക എല്ലാം പോയി. 1-2 ആത്തയ്ക്ക ഉണ്ടായായിരുന്നു, പക്ഷെ തണുപ്പ് കൊണ്ടത് ശരിക്കും വിളയാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അങ്ങനെ 1-2 എണ്ണമൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ ഉണങ്ങിയിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എന്തായാലും നമ്മുടെ പേര എന്തായാലും ഉണങ്ങിപ്പോയിട്ട് പിന്നെ എന്തായാലും കിളുത്ത് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഉണങ്ങിയെങ്കിലും പിന്നെയും കിളുത്ത് വരുന്നു ഉണ്ടോ. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടും നമ്മൾ ഈ കൈതച്ചക്കയൊക്കെ വാങ്ങിക്കുന്നത്, പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അതുണ്ടല്ലോ ഇലയുടെ ഭാഗം, ആ ഭാഗം എടുത്ത് അടത്തി കുഴിച്ച് വെച്ച് കിളിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 2 കൈത കിളുത്ത് നിൽപ്പുണ്ട്. ഇപ്രാവശ്യമെങ്കിലും അതിലൊരു കൈതച്ചക്ക ഉണ്ടായി കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ മുല്ലയൊക്കെ ആണെങ്കിലും ഇലയൊക്കെ ഇച്ചിരി വാടിയെങ്കിലും കുഴപ്പമില്ലാതെ കിളുത്ത് വരുന്നത്. ഇവിടെ വെക്കുമ്പം നമ്മൾ ആഴ്ചയിൽ 1 വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ തേണ്ട ഈ പേരയ്ക്കും എന്തോ ഒരു വാട്ടമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കോവലിൻ്റെ തണ്ടൊക്കെ വെച്ചത് കിളുത്ത് ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഉണ്ടോ, ഇതും കണ്ടോ, മുല്ലയ്ക്കൊരു വാട്ടം, പക്ഷേ എന്നാലും അതുണ്ട് പുതിയ ഇലയൊക്കെ വന്ന് കിളുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശംഖുപുഷ്പമൊക്കെ ഉണങ്ങിയെങ്കിലും കായ ഉണ്ടായിട്ടുണ്ട്. അതും കരിവേപ്പും ഒക്കെ ഇവിടെ നിൽക്കുന്നു. അങ്ങോട്ടെല്ലാം എന്തൊക്കെയാണോ ഏതാണ്ടെല്ലാം തൈകളും കുഴിച്ചും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് നമുക്കൊരറിവില്ല ഇതൊക്കെ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഏതാണ്ടൊക്കെ കിളിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഒന്നും ഞാൻ കഴിച്ചില്ല, ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. ചേനയെല്ലാം വെച്ചിരിക്കുവാണ്. എന്തിനാണെന്നറിയാമോ? അടുത്ത വർഷം കുഴിച്ചു വെക്കാൻ. ഇവിടെ എപ്പോഴും അങ്ങനെയാണ്, ചേന ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത വർഷം കുഴിച്ചു വെക്കാൻ ഉപയോഗിക്കും. അയ്യോ പാവ അമ്പഴം നിന്ന് പറിക്കാതെ ഇരുന്ന് എന്താ ഇല പോയെങ്കിലും കായെല്ലാം നിന്ന് അമ്പഴത്തിൻ്റെ പഴുത്ത് നിൽക്കുന്നു. പഴുത്ത അമ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്നാലും പുളിയാ ഉണ്ടോ, അമ്പഴമൊക്കെ നിൽക്കുന്നുണ്ടോ? ഇലയെല്ലാം പൊഴിഞ്ഞു പോയി പാവത്തിൻ്റെ, എന്നാലും കായുണ്ട്. വെൽഡൺ അമ്പഴം. പിന്നെ നമ്മുടെ വാഴയ്ക്കും കണ്ടേ, വാഴയ്ക്കും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇല വേണമെങ്കിൽ ശരിയാ, മീൻ പൊള്ളിക്കാനും
ഇലയപ്പത്തിനൊക്കെയുള്ള ഇലയുണ്ട് ഇതേല ആക്ച്വലി. ഉണ്ടോ? അത് വലിയൊരില. നോക്കട്ടെ, സമയം കിട്ടിയാൽ എന്നിവനെ എടുത്ത് ഇലയപ്പം ഉണ്ടാക്കാം. പിന്നെ ഉണ്ട് വാഴ അങ്ങ് മുട്ടി നിൽക്കുക വാഴ. ഇല കച്ചിയൊക്കെ ആണെങ്കിൽ വാഴയുടെ ഇലയൊക്കെ ഉണങ്ങിയതൊക്കെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ കപ്പത്തണ്ടും വെച്ചിട്ടുണ്ട് അടുത്ത് കപ്പ ഇടാൻ വേണ്ടി. ഇങ്ങനെ കപ്പത്തണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ കുറേ കുമ്പളങ്ങ. കുമ്പളങ്ങ ഉണ്ടായതല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മൊത്തം ഞങ്ങളുടെ പച്ചക്കറി വിശേഷം ഇപ്പോൾ ഇങ്ങനെ ആണിരിക്കുന്നത്. എല്ലാം ഇവിടെ തന്നെയൊക്കെ വെച്ചിരിക്കുവാണ്. ഒന്നും കിളിപ്പിക്കാനൊന്നും തുടങ്ങിയില്ല. ഇന്നെൻ്റെ ഹസ്ബൻഡ് പറയുന്നത് കേട്ട് കുറച്ചൊക്കെ ഒന്ന് കുഴിച്ച് വെച്ച് നോക്കാം. കാരണം നല്ല ചൂടാണിപ്പം. ചിലപ്പം ഞാൻ നോക്കട്ടെ. പുള്ളി ഓരോന്ന് കുഴിച്ച് വെക്കുന്നത്, കൃഷി ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് പറഞ്ഞു തരാം. പക്ഷേ മറക്കരുത്, ഇപ്പോൾ ഇതാണ് ബീട്രൂട്ട് നിങ്ങൾ കൃഷി ചെയ്യാതിരിക്കരുത്. ഇങ്ങനെയാണ് ബീട്രൂട്ട് വരുന്നത് ഒരു പാക്കറ്റിൽ. കണ്ടോ? ഇങ്ങനെ വരും ബീട്രൂട്ടിൻ്റെ പാക്കറ്റ്. ബീൻസ് ഇങ്ങനെ, അതുപോലെ തന്നെ സ്പിനച്ച്, അങ്ങനെ എല്ലാത്തിൻ്റെയും പാക്കറ്റുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ മണ്ണ് ഇച്ചിരി റെഡിയാക്കിയിട്ട് ഇതങ്ങോട്ട് വെതറിയാൽ മതി. കൂടുതൽ വളമൊന്നും ഇടണ്ട. ഈ ബീട്രൂട്ട് കിളുത്ത് വന്നു കഴിയുമ്പോൾ പറിച്ച് സ്പേസ് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നല്ല മുഴുത്ത കിഴങ്ങുകൾ കിട്ടത്തുള്ളൂ. അപ്പം താമസിക്കല്. ബീട്രൂട്ട് മറക്കാതെ ചെയ്യണം. കാരണം അതിൻ്റെ ഇല നമുക്ക് തോരൻ വെക്കാം. ബീട്രൂട്ട് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞു തരാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബീട്രൂട്ടിൻ്റെ പ്രയോജനം. കാരണം ഇതൊരു അധികം മുതൽ മുടക്കും കഷ്ടപ്പാടും ഇല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതാ ഞാൻ പെട്ടെന്ന് ധൃതി വെച്ച് വീഡിയോ ഇടുന്നത് തന്നെ. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ബീട്രൂട്ട്, ബീൻസ്, ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ കൃഷി ചെയ്യേണ്ട സമയമാണിപ്പോൾ. അതുപോലെ തന്നെ മല്ലി ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചല്ലോ ഉലുവ, കടുക്, ഇതൊക്കെ ഒന്ന് വെതറി നോക്ക്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഇലയെങ്കിലും എടുത്ത് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കൃഷിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ വിശദമായിട്ട് പല വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണുക. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ചാനൽ കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.